ഹലോ, ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ വൈകിട്ട് ഇപ്പോൾ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. കാരണം ചൂടായതുകൊണ്ട് അതും കൂടി കുടിച്ചാൽ നമ്മൾ ഉരുകിച്ചാവും. അതുകൊണ്ട് ഇതാ ഒരു മുസമ്പി ജ്യൂസൊക്കെ അടിച്ച് പഴം ഉണ്ടായിരുന്നു, നേന്ത്രപ്പഴം. അതങ്ങനെ ആൾ തിന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു അട പോലെ ആക്കി അതിൻ്റെ ഉള്ളിൽ നാളികേര ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ ആക്കി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് ഹോംവർക്കൊക്കെ ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ വൈകിട്ടത്തേക്ക് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലത്തെ കറിയൊക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങൾ. അപ്പോൾ ഞാൻ വൈകിട്ട് ഇത്തിരി റോഹു എന്ന് പറഞ്ഞ മീനാണ് ഈ ആഴ്ച കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിനൊന്നും ഫിഷ് ബിരിയാണി ആക്കാമെന്ന് കരുതി. അതിനിടയിൽ ഒരാൾ പുറത്ത് പോയി കളിക്കണം, സൈക്കിൾ ഓടിച്ച് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോവാമെന്ന് കരുതി. അപ്പോൾ മീനൊക്കെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി ആ വെളിച്ചെണ്ണയിൽ തന്നെ സബോള അരിഞ്ഞെടുത്തതും അല്പം ഉപ്പൊക്കെ ചേർത്ത് വാട്ടി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും തക്കാളിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു. പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മീനൊക്കെ അതിലേക്ക് പറക്കി വെച്ച് അതിനെ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ട് 5 മിനിറ്റും കൂടി ഞാൻ സ്ലോയിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ബിരിയാണിക്ക് ആവശ്യമായ സബോളയും മുന്തിരിയും കശുവണ്ടിയും ഒന്ന് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി. റൈസിന് വേണ്ടിയിട്ട് കുക്കറിൽ അല്പം നെയ്യ് ഒഴിച്ച് നമ്മുടെ എല്ലാ സ്പൈസസും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം വേറെ സബോള ഇഞ്ചിയൊന്നും ഞാൻ ഇടാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, അല്പം ഉപ്പ് ഇട്ടു. പിന്നെ ഞാൻ ഇത്തിരി പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്തു. എന്നിട്ട് അത് തിളപ്പിക്കാൻ വെച്ചു. ആ ഗ്യാപ്പിൽ ഞാൻ ഇത്തിരി സർലാസാക്കാൻ വേണ്ടിയിട്ട് സബോളയൊക്കെ റെഡിയാക്കി. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുതിർത്തി വെച്ച അരിനെയും കുക്കറിലേക്ക് ഇട്ട് വിസിലൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്, വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ സർലാസും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് രാവിലെ കുറച്ച് മാങ്ങ കിട്ടിയത് അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ടായില്ല, അതൊക്കെ റെഡിയാക്കി. അപ്പോഴേക്കും ചോറും റെഡിയായി. പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ദം ചെയ്ത് ലെയറായിട്ട് ദം അടിച്ചിടാമെന്ന് കരുതി. അപ്പോൾ ചോറ് അടിയിൽ വെച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ വെച്ച് മീൻ കഷ്ണങ്ങളൊക്കെ മുകളിൽ പറക്കി വെച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മുകളിൽ കൂടി ഇട്ട് നമ്മളൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടി മാറ്റി വെച്ചു. അപ്പോഴേക്കും പോവാന്ന് പറഞ്ഞ ബഹളമായിരുന്നു. ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് ഇതാ പുറത്തേക്ക് ഇറക്കി ആളെ സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ പുറത്ത് പാർക്കിൽ കൊണ്ടുപോകാറുണ്ട് ഡെയിലി. അവിടെ ഒരുപാട് കുട്ടികൾ വരും, അപ്പോൾ അവരുടെ കൂടെയൊക്കെ കളിക്കാറുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ഇത്തിരി പണി ഉണ്ടായതുകൊണ്ട് പോയില്ല. തിരിച്ചു വന്ന് കുളിച്ച് പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ഇതാ എല്ലാവർക്കും ബിരിയാണിയൊക്കെ വിളമ്പി കൊടുത്തു. ഞങ്ങൾ ബിരിയാണി എല്ലാം കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.